അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമാറ്റ് സ്പെസിഫയർ. ഫോർമാറ്റ് സ്പെസിഫയർ എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ കമ്പൈലറിന് ഇൻഫർമേഷൻ കൊടുക്കണം, ഏത് ഡാറ്റ ടൈപ്പാണ് പ്രിന്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഏത് ഡാറ്റ ടൈപ്പാണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്. അതായത് സ്കാൻഎഫ് പറഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ യൂസറിൽ നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ സ്കാൻഎഫ് നമ്മൾ യൂസ് ചെയ്തത്. പ്രിന്റ് എഫ് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് എഫ് ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ്, നമ്മൾ ഡാറ്റ ടൈപ്സ് പഠിച്ചു, ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, പിന്നെ ക്യാരക്ടർ, ഇതൊക്കെ പഠിച്ചു. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാൻ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുത്താൽ മാത്രമേ അതാത് ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അവിടെ അതാത് വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ. നമ്മൾ ക്യാരക്ടർ ടൈപ്പിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %c. സൈൻഡ് ഇന്റിജർ ടൈപ്പിന് യൂസ് ചെയ്യുന്നതാണ് %d അല്ലെങ്കിൽ %i യൂസ് ചെയ്യാൻ പറ്റും. ഇന്റിജർ ടൈപ്പ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് CHAR അതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. പിന്നെ ഇന്റിജറിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇന്റ്, സൈൻഡ് ഇന്റ് പറഞ്ഞാൽ ഇന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %d or %i. പിന്നെ ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ഇന്റ് ആണ്. അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %LLI or %LLD യൂസ് ചെയ്യാം. ജസ്റ്റ് ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ഇന്റ് ആണ്. അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ %LD or LI. പിന്നെ ഒക്ടലിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ %O യൂസ് ചെയ്യാം. ഹെക്സ് ഡെസിമലിൽ നമുക്ക് വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ എക്സ്, സ്മോൾ ലെറ്റർ എക്സ്. അപ്പൊ നമുക്ക് ഹെക്സാഡെസിമലിലത്തെ ABCD വാല്യൂസ് സ്മോൾ ലെറ്റർ പ്രിന്റ് ചെയ്യും. ക്യാപിറ്റൽ എക്സ് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോട്ട് വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ %f യൂസ് ചെയ്യാം. ഡബിൾ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫയർ %LF. പിന്നെ ഫ്ലോട്ട് വാല്യൂ നമുക്ക് കറക്റ്റ് പോയിന്റിന് ശേഷം ഒരു വാല്യൂ 5.436 ആണ്. അപ്പൊ നമുക്ക് ഫ്ലോട്ടിൽ അല്ലെങ്കിൽ ഡബിൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുക 5.436. അതിന് പകരം കറക്റ്റ് എക്സാക്ട് 5.436 അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ %G അല്ലെങ്കിൽ ക്യാപിറ്റൽ G യൂസ് ചെയ്യാം. ഇത് ഫ്ലോട്ടിലും ഡബിളിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലോങ് ഡബിളിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ ക്യാപിറ്റൽ LF ആണ്. ക്യാപിറ്റൽ LF എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സ്മോൾ LF കൊണ്ട് ഫോർമാറ്റ് സ്പെസിഫയർ ഡബിളിനുണ്ട്. ലോങ് ഡബിളിന് ഇതേ LF തന്നെയാണ്, പക്ഷെ ക്യാപിറ്റൽ ആണ്. പിന്നെ അൺസൈൻഡ് ഇന്റിന് %U, അൺസൈൻഡ് ലോങ് ഇന്റിന് %LU, അൺസൈൻഡ് ലോങ് ഇന്റിനാണ് %LLU. പിന്നെ പോയിന്റർ സ്ട്രിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നോക്കാം. അതിന് %B, %S. ഇതിന്റെ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിക്കാൻ int num is equal to 45, num equal to 45 പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നം എന്ന വേരിയബിളിൽ ഇന്റ് ഡാറ്റ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫോർമാറ്റ് സ്പെസിഫയർ %d ആണ് നമ്മളോട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കമ്പയറിന് മനസ്സിലായി നം എന്ന വേരിയബിൾ ഇന്റ് ഡാറ്റ ടൈപ്പാണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ %d റീപ്ലേസ് ചെയ്യും. അവിടെ നമ്മൾ ഈ നമ്മിന്റെ അവിടെ ഏത് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് ആ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ num is equal to 45 എന്നായിരിക്കും. ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് GCC program.c ജസ്റ്റ് റൺ ചെയ്തു, അതിക്ക് കമ്പൈൽ ചെയ്തു. GCC program.c അടിച്ചു കൊടുത്താൽ ജസ്റ്റ് കമ്പൈൽ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് .out പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ, num is equal to 45. ഇനി ഞാനിവിടെ ക്യാരക്ടർ CH is equal to capital A എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ അസൈൻ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ടിലാണ് അസൈൻ ചെയ്യും. ഇനി ഞാൻ ഈ പ്രിന്റ്എഫിന്റെ അകത്ത് പ്രിന്റ്എഫ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ്എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പൊ പ്രിന്റ്എഫ് CH is equal to %C, അതിനുശേഷം കോമ, ഈ സ്ലാഷിന് കൊടുത്തുള്ള ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം CH കൊടുത്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, ഇതിന്റെ ഔട്ട്പുട്ട് CH is equal to ഈ %Cയുടെ സ്ഥാനത്ത് CHന്റെ അവിടെയുള്ള വാല്യൂ, CHന്റെ അവിടെ നമ്മൾ ഏത് വാല്യൂ കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ A എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, CH is equal to capital A എന്നായിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് അത് കമ്പൈൽ ചെയ്തു. GCC program.c പറഞ്ഞ കമ്പൈൽ ആണ്. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടിയത്, CH is equal to A. ഞാനിവിടെ ഫ്ലോട്ട് num is equal to 4.5 കൊണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്ലോട്ടിന്റെ ഫോർമാറ്റ് സ്പെസിഫിക് നമ്മൾ പറഞ്ഞു %f ആണ്. num is equal to %f. അതിനുശേഷം ആ വേരിയബിളിന്റെ നെയിം num കൊടുത്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുക, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, num is equal to 4.5. അതിനുശേഷം 4 0 വരും, 5 0 വരും. ഈ പോയിന്റിന് ശേഷം ഡീഫോൾട്ട് ആയിട്ട് 6 അക്കാണ് നമ്മുടെ പ്രോഗ്രാമിൽ പ്രിന്റ് ചെയ്യുക. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യണം. അതിനുശേഷം കമ്പൈൽ ചെയ്തതിനു ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടി, 4.5. അതിനുശേഷം 6 0 കിട്ടി. നമുക്ക് എക്സാക്ട് 4.5, അതായത് പോയിന്റിന് ശേഷം എത്ര വാല്യൂ ഉണ്ടോ ആ വാല്യൂ വരെ കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %G. അല്ലെങ്കിൽ %g യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ G യൂസ് ചെയ്യാം. ഞാൻ അവിടെ തൽക്കാലം സ്മോൾ G യൂസ് ചെയ്തു. ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അവിടെ ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം റൺ ചെയ്യണം. ആദ്യം കമ്പൈൽ ചെയ്യുക GCC program.c, അതിനുശേഷം റൺ ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്, num is equal to 4.5 എന്നാണ് കിട്ടുന്നത്. ഈ %small g യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ G യൂസ് ചെയ്യാം.
ഇവിടെ ഞാൻ ഡബിൾ നം കൊണ്ട് 4.58 കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രിന്റ് എഫിന്റെ അകത്ത് നം ഈസ് ഈക്വൽ ടു പെർസെന്റേജ് LF, അതിനുശേഷം ഡബിൾ കോട്ട് അവസാനിപ്പിച്ചു, അതിനുശേഷം നം എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടുക? ആദ്യം നം ഉള്ളത് പ്രിന്റ് ചെയ്യും, അതിനുശേഷം ഈക്വൽ ടു ഉള്ളത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ പെർസെന്റേജ് എഫ് ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ വേരിയബിളിന്റെ അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണ്? 4.58. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ വരും. അപ്പൊ 4.58. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? 4.58 മാത്രമല്ല വരിക, പിന്നെ ഒരു 4 പൂജ്യം കൂടി വരും. അതായത് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഡബിളിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം 6 അക്കം പ്രിന്റ് ചെയ്യും. ഈ ജസ്റ്റ് ഞാൻ പ്രോഗ്രാം സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 4.5800, 4 പൂജ്യം കൂടി കിട്ടി. നമുക്ക് പോയിന്റിന് ശേഷം കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ സ്മോൾ ജി യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തപ്പോൾ 4.58 കിട്ടി. ഞാനിവിടെ ലോങ് ഡബിൾ നം ഈസ് ഈക്വൽ ടു 4.58 കൊണ്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രിന്റ് എഫിൽ നം ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ പെർസെന്റേജ് ക്യാപിറ്റൽ LF ആണ്. എന്തുകൊണ്ടാണ്? ലോങ് ഡബിളിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പെർസെന്റേജ് LF ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നം ഈസ് ഈക്വൽ ടു 4.58, അതിനുശേഷം 6 പൂജ്യം കൂടി കിട്ടും. ജസ്റ്റ് അതിക്ക് പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ഇവിടെ ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തപ്പോൾ എത്ര കിട്ടി? നം ഈസ് ഈക്വൽ ടു 4.8, അതിനുശേഷം 4 സീറോ കൂടി കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യം ഇന്റ് നമ്പർ കൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി, ഡിസ്പ്ലേയിൽ എൻ്റർ എ നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് യൂസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എൻ്റർ എ നമ്പർ കൊണ്ട് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം യൂസറിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കാൻഎഫിൽ നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ ഇന്റിജർ വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്കാൻഎഫിന്റെ അകത്ത് കൊടുക്കേണ്ടത് ഫോർമാറ്റ് സ്പെസിഫയർ ഇന്റിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഇന്റിജറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പെർസെന്റേജ് ചെയ്യാണ്. അതിനുശേഷം റീഡ് ചെയ്ത വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ വീണ്ടും പ്രിന്റ് എഫ് യൂസ് ചെയ്തു, നം ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഡി നമ്മളിപ്പോ നമ്മളിപ്പോ യൂസർ ഇപ്പോ ഒരു 35 ടൈപ്പ് ചെയ്തായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടുക? യൂസർ 35 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്താ കിട്ടും? നം ഈസ് ഈക്വൽ ടു 35 എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. യൂസർ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് സ്കാൻഎഫ്, അതായത് എൻ്റർ എ നമ്പർ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യും ഈ പ്രോഗ്രാമിൽ. അപ്പൊ യൂസർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്, GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തിട്ട് അതിനുശേഷം എൻ്റർ എ നമ്പർ, ഇപ്പൊ 55 ആണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താ? നം ഈസ് ഈക്വൽ ടു 55. ഞാനിവിടെ അൺസൈൻഡ് ഇന്റ് നം കൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 4. ഇവിടെ ജസ്റ്റ് ഇന്റ് നം പറഞ്ഞാൽ സൈൻഡ് ഇന്റ് നമ്പർ ആണ്. അൺസൈൻഡ് ഇന്റ് നം കൊണ്ട് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ട് അത് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ പ്രിന്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്യിക്കുക. ഞാൻ എല്ലാ പ്രോഗ്രാമും പ്രിന്റ് എഫ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിന്റ് എഫ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ പെർസെന്റേജ് യു ആണ്. നമ്മൾക്ക് കൂടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുക, അതിനുശേഷം ഡോട്ട് ഔട്ട് അടിക്കുക ഇന്റ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എത്ര കിട്ടി? നം ഈക്വൽ ടു 4. പിന്നെ ഒരു കാര്യം തന്നെ, നമ്മളിപ്പോ ഒരു ഇന്റിജറിൽ നമ്മൾ പോയിന്റിന് ശേഷമുള്ള വല്ല വാല്യൂ സ്റ്റോർ ചെയ്യാൻ വിചാരിക്കും, 4.58 അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ വെച്ചിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വോൾ നമ്പർ വാല്യൂ ഇല്ലേ, അത് എത്രയാണോ അത് മാത്രം നമ്മുടെ ഇന്റിജർ ആ ഡാറ്റ ടൈപ്പിൽ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതായത് ഇവിടെ നമ്മുടെ നം എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുക 4 എന്നായിരിക്കും. ആ 0.58 ഉള്ള വാല്യൂ സ്റ്റോർ ചെയ്യില്ല, കാരണം ഇതൊരു ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ 4.58 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? 4 വരിക. GCC program.c കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു, കണ്ട നം ഈക്വൽ ടു 4 എന്ന് കിട്ടി. 4 ശേഷമുള്ള വാല്യൂസ് ഒന്നും നമ്മുടെ ഇന്ത്യ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യും. ഇന്ത്യ ഡാറ്റ ടൈപ്പിൽ പോയിന്റ് വെച്ചിട്ട് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ മാത്രമേ സ്റ്റോർ ആവുള്ളൂ. ഇനി അഥവാ 4.58 കൊടുക്കണമെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം.